ഹായ് ഗോയ്സ്, ഇന്ന് ഞാൻ പോയ ഒരു ഇൻ്റർവ്യൂ കഥ പറയാനാണ്. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആണ്. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഫേക്കാണോയെന്ന് വെച്ചാൽ ഫേക്കല്ല, പക്ഷേ ജെന്വിൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണലിസം കാണിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഗൈസ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പുള്ള ഒരുങ്ങിക്കെട്ടി നിൽക്കുന്ന ആ ദൃശ്യം. നല്ല ഫ്രഷ് ലുക്കിലൊക്കെയാണ് പോയി വന്നിട്ടുള്ള പട്ടിക്കൊലാണ് നിങ്ങളെ കണ്ടത്. അപ്പോൾ ഇൻ്റർവ്യൂ വന്നിട്ട് മോൾ ഓഫ് എമിറേറ്റ്സിൻ്റെ അടുത്ത് എവിടെയോ ആയിരുന്നു. അവിടെ മെട്രോ ഇറങ്ങിയിട്ട് ഞാൻ ടാക്സി വിളിച്ചാണ് പോയത്. കാരണം എനിക്ക് ലൊക്കേഷൻ കറക്റ്റ് അറിയത്തില്ലായിരുന്നു. പിന്നെ നടക്കാനുള്ളതല്ല, അതിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസും ഉണ്ടായി. അപ്പോൾ എന്തായാലും മെട്രോയ്ക്കല്ല ടാക്സിക്ക് പോകണമായിരുന്നു. കാറ്റുണ്ട് ഗൈസ്, നല്ല തണുത്ത കാറ്റും വെയിലും. കോൾഡ് പിടിക്കാനുള്ള എല്ലാ ലക്ഷണവും എനിക്കുണ്ട്. ആ ബിൽഡിങ്ങിൽ റെസ്യൂമേ ഡ്രോപ്പിംഗ് ഓപ്ഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ റെസ്യൂമേ അവിടെ ഇട്ടിട്ട് ഞാൻ വലിയ കാര്യം ഉണ്ടായില്ലല്ലോ, അങ്ങനെ തന്നെ ടാക്സി കാശും പോയി. സോ ദ തിങ് ഇസ് ദാറ്റ് എൻ്റെ അടുത്ത് 10:30 ആണ് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞത്. ആൻഡ് ഞാൻ കറക്റ്റ് ടൈമിന് മെട്രോ കയറിയും ടാക്സി പിടിച്ചും അവിടെ എത്തി. ഒരു 10 മിനിറ്റ് മുന്നേ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ കയറി അവിടുത്തെ റിസപ്ഷനിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഓഫീസിനെ കുറിച്ച് അറിയില്ല. ആൻഡ് ഐ ന്യൂ ഇറ്റ്, അങ്ങനെ അറിയാൻ വഴിയില്ലാന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്പനിയുടെ പേര് ഇത് ഞാൻ നോക്കിയപ്പോൾ അവരുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ അഡ്രസ്സ് വേറെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതെനിക്ക് ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ എന്നെ CEO ഡയറക്റ്റാണ് കോൺടാക്ട് ചെയ്തത്. ഇന്ത്യയിൽ ഞാൻ അപ്ലൈ ചെയ്തു, അവിടെ നിന്ന് എന്നെ CEO ഡയറക്റ്റാണ് കോൺടാക്ട് ചെയ്തത്. സോ ഞാൻ ആ പുള്ളിക്ക് ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് എനിക്ക് കോൾ വരുന്നത്. ആൻഡ് ഇന്ന് രാവിലെ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് കുഴപ്പമില്ലായിരിക്കും. ഈവനിങ് ടൈം 6 മണി ആ സമയത്തൊക്കെ ഇൻ്റർവ്യൂ കോൾ വരുന്നത് ഐ ഗസ് കുഴപ്പമില്ലായിരിക്കും, എന്തോട്ടെ. അപ്പോൾ എന്താ CEO ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഞാനിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ കമ്പനിയുടെ പേര് അഡ്രസ്സ് ആക്ച്വലി വേറെയാണല്ലോ വെബ്സൈറ്റിൽ കിടക്കുന്നത്. അപ്പോൾ എന്നെ വിളിച്ചത് മറ്റേ ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്കാണോ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായെന്ന് ഞാൻ ചോദിച്ചു. അതിന് പുള്ളി കോളിൽ പറഞ്ഞിട്ടുണ്ടായി പുള്ളിക്ക് 2 കമ്പനിയുണ്ട്, ഒന്ന് IT സർവീസ് പ്രൊവൈഡറും പിന്നെ ഒന്ന് ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനി. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയാണ് ഈ എസ്റ്റവറിലാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ചോദിച്ചു എന്താ പേരെന്ന്. കാരണം ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയുടെ പേര് പുള്ളി എൻ്റെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ചോദിച്ചു. ഞാൻ രാവിലെ മെസ്സേജ് അയച്ചു, നോ റിപ്ലൈ. ഞാൻ ചോദിച്ചു എന്തെങ്കിലും മീറ്റിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, തിരക്കായിരിക്കും, എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന്. കാരണം 10 വർഷമൊക്കെ ആയിട്ടുള്ളൊരു കമ്പനി, അപ്പോൾ എന്തായാലും ഫേക്ക് ആവുമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. മെസ്സേജ് അയച്ചപ്പോൾ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നേരത്തെ മെസ്സേജ് കണ്ടിട്ടുമില്ല, ഇപ്പോഴത്തെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുന്നുമില്ല. കോളാണെങ്കിൽ അൺഅവൈലബിൾ. അപ്പോൾ ഞാൻ ആ റിസപ്ഷനിലെ ആളോട് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കാം, നല്ല മീറ്റിങ്ങിൽ എങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞു ചിലപ്പോൾ. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. 15 മിനിറ്റ്, അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറായി. ഇതിനിടയിൽ ഞാൻ മൾട്ടിപ്പിൾ പ്രാവശ്യം മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, നോ റെസ്പോൺസ്, സ്റ്റിൽ അൺഅവൈലബിൾ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എന്തിനാണ് നിൽക്കുന്നത്. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാരെ കീപ്പ് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ദുബായിൽ വന്നിട്ടൊരു ജോബ് നോക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താ പറയുക അതിലേക്ക് നമ്മൾ ഒരു കമ്പനി ചൂസ് ചെയ്യുന്ന പോലെ നമുക്കും ഒരു കമ്പനീനെ ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അത് ലൈക്ക് ഞാൻ എൻ്റെ കഴിഞ്ഞ അല്ലെങ്കിൽ ഇതുവരെയുള്ള ജോബ് സെർച്ചിലൊക്കെ കീപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോന്നു. 1 മണിക്കൂർ നിന്ന് വെയിറ്റ് ചെയ്തല്ലോ, 1 മണിക്കൂർ കൂടുതൽ ആക്ച്വലി നിന്നായിരുന്നു. സോ ഞാൻ ഇനി വേണ്ടാന്ന് വിചാരിച്ചു, ഇങ്ങോട്ട് പോന്നു.